ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ചുറ്റുവിളക്കാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മയും നന്ദു ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്പലത്തിലെത്തി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഇത് മുരുകൻ്റെ അമ്പലമാണ്. അതാണ് മുരുകൻ കോവിൽ എന്നൊക്കെ ഞങ്ങൾ പറയണത് കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഞങ്ങൾ പോയത്, അമ്മ എന്തിനു നേരത്തെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് തിരി എണ്ണയൊക്കെ ഇടണ്ടേ, അതുകൊണ്ടാട്ടോ അമ്മയൊക്കെ നേരത്തെ പോയത്, അമ്മയും നന്ദു. പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാട് കേട്ടോ. അമ്മയും നന്ദു അവിടെ എണ്ണയും തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് വിളക്ക് വയ്ക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മണിയൊക്കെ ഇങ്ങനെ പാട്ട് വയ്ക്കണുള്ളത്. അപ്പോൾ ഈ അമ്പലത്തിലാണ് പാട്ട് വയ്ക്കുക കേട്ടോ. അവിടെ ഒരു 5 മണിയൊക്കെ പാട്ട് വയ്ക്കും. പിന്നെ ഇതാ അവിടുത്തെ പൂക്കളാണ് ഇതൊക്കെ. ഞാൻ എണ്ണയും തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു, പൂക്കളൊക്കെ ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ അത് കയറി വരുന്നവിടെ തന്നെയാണ് പൂക്കളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു വൈറ്റും പിന്നെ ലൈറ്റ് പിങ്കും പോലുള്ളൊരു പൂക്കളാട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രിയിലായിക്കഴിഞ്ഞാൽ ഇത് വല്ലാതെ ഒന്നും ഇങ്ങനെ അറിയില്ല കേട്ടോ, പച്ചപ്പ് മാത്രമേ കാണുള്ളൂ. പിന്നെ ഞങ്ങൾ തൊഴുകണേന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മായിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നു, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ അവർ. പിന്നെ അവർ വന്നു. പിന്നെ അവളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ ഞങ്ങളവിടെ ഇരുന്നു. ഇനി തൊഴുകൽ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതൊക്കെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ 7 മണി ആയിട്ടില്ല. അപ്പം ഞങ്ങളിത് അവിടെ ഇരിക്കുകയാണ്. കുറച്ച് ഇരുട്ടായാലാണ് അങ്ങനെയൊക്കെ വിളക്ക് വെക്കുക കേട്ടോ. അപ്പോൾ 7 മണി ആയിട്ടില്ല, 6:30 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് സമയം കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് ഇറങ്ങണം പറഞ്ഞിട്ട് അവളെ ഇറക്കി വിട്ടു. ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 6 മണി ആയി കഴിഞ്ഞാൽ വിളക്ക് വെക്കും. പിന്നെ 7 മണിയായി. 7 മണിക്ക് ഇതാ ഞങ്ങൾ വിളക്ക് വെച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ. ഇത് കാറ്റുള്ളതുകൊണ്ട് തന്നെ വിളക്ക് വെച്ചിടത്തൊക്കെ കേട് കേട്ടോ. പിന്നെ വലിയ കുറെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പോയി. പിന്നെ ഇതാ ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു സെറ്റാക്കി കേട്ടോ. അപ്പം ഇനി എണ്ണ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അവിടുത്തെ എണ്ണയൊക്കെ എടുത്തായിരുന്നു. ചുറ്റുപാട് ഞങ്ങളിങ്ങനെ ഇതാക്കൂട്ടോ. പിന്നെ അവിടെ ഞങ്ങൾക്ക് മണിയൊക്കെ അടിക്കാൻ പറ്റി കാണണം അവിടെ. പിന്നെ എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ മണി അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെയൊക്കെ വിളക്ക് വെച്ചു. രാത്രിയിലായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമാണ് കേട്ടോ. ഞാൻ മുമ്പ് വേറെ ആൾക്കാരൊക്കെ പൂജ ഉള്ളപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരും കേട്ടോ. അതിനൊക്കെ നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞാൽ. നല്ല രസമാണ്. കൂടുതൽ രാത്രി ആയി കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം മാത്രം നമുക്ക് നമ്മുടെ മുന്നിലോട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാനതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ചുറ്റുപാട് ഇതാട്ടോ, ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ ഇതായി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു